നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മാർക്കോയുടെ ഒരു ചെറിയ ന്യൂസ് കണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചെറുതല്ല, വലിയൊരു ന്യൂസാണ്. അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ്, ഞാൻ മാർക്കോയുടെ ഒരു പ്രീമേഴ്സിനെ പറ്റി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അല്ലാണ്ട് നോക്കിയിട്ടൊന്ന് ഇൻ്റർവ്യൂലൊന്നും അവർ ഒരുപാടൊന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ടീസർ മാത്രമാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്, ട്രെയിലർ വന്നിട്ടില്ല. അപ്പം തന്നെ നമുക്കൊരു സിനിമയുടെ എന്താണ് കഥ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഇതാണ് ഡൗട്ടായിട്ടിരിക്കുന്നത്, എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനത് ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ എൻ്റെ വിക്കിപീഡിയയ്ക്ക് അതിൽ ഒരു കഥ കാണിച്ചിട്ടുണ്ട്. അതായത് ആടാട്ട് ഫാമിലി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഫാമിലി, അവർ ഗോൾഡിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. അപ്പം ആ ഒരു ഫാമിലിയിൽ ഒരു സംഭവം ഉണ്ടാവുകയും പിന്നെ അതിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി മാർക്കോ ഇറങ്ങിത്തിരിക്കുന്നത്. മാർക്കോയുടെ യങ്ങസ്റ്റ് ആയിട്ടുള്ള സണ്ണാണ് മാർക്കോ ഇറങ്ങിത്തിരിക്കുന്നതായിട്ടൊക്കെയാണ് അതിൻ്റെ കഥ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രീമിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വിക്കിപീഡിയ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ള കാര്യം. അപ്പം പക്ഷേ വേറെ കാര്യം, അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ കാസ്റ്റ് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളുടെ പേര് കണ്ടു. നിവിൻ പോളി, അതായത് സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ പേര് കണ്ടിട്ടുണ്ട്. ഇപ്പം നിവിൻ പോളി സിനിമയ്ക്കകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. സിനിമ റിലീസായാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. നിവിൻ പോളി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് ചാൻസ് ഉണ്ട് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ. കാര്യം മാർക്കോ ഇതിൻ്റെ ഒരു പ്രീക്വലായിട്ടോ അല്ലെങ്കിൽ സ്പിൻ ഓഫ് ആയിട്ടോ കണക്കാക്കാം. അപ്പോൾ മേ ബി മാർക്കോ അങ്ങനെ അഥവാ ഇത് പ്രീക്വൽ ആണെന്നുണ്ടെങ്കിൽ മേ ബി മാർക്കോയുടെ എൻഡിങ്ങിൽ ഒരു പക്ഷേ മിഖേലിനെ കാണിച്ചേക്കാം, നിവിൻ പോളിയെ കാണിച്ചേക്കാം. അങ്ങനെ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് സിനിമ റിലീസാകുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷേ നിവിൻ പോളിയെ കൂടെ കൊണ്ടുവന്ന ഒരു അടിപൊളി സംഭവമായിരിക്കും. കാര്യം മിക്കല്ലാത്ത നിവിൻ പോളി ഉണ്ട്, മാർക്കോയ്ക്കകത്ത് എൻ്റെ സ്പെഷ്യൽ അപ്പിയറൻസ് വന്നത്. നോർമലി ഇങ്ങനത്തെ സിനിമകളിലൊക്കെ യൂണിവേഴ്സൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ സീക്വലും പ്രീക്വലൊക്കെ വരുമ്പോൾ നേരത്തെ സിനിമയിലെ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറിനെയൊക്കെ അവർ ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ രീതി നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടുവന്നേക്കാം. പിന്നെ അതൊരു നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജിയും ആകാം. ഒരു കാര്യം, നിവിൻ പോളി ആൾക്കാർക്ക് സ്ക്രീനിൽ, അതായത് നിവിൻ പോളിയെ ഉണ്ണിമുഖത്തിനെയൊക്കെ സ്ക്രീനിൽ കാണാൻ ആൾക്കാർക്ക് ഒരു പക്ഷേ താല്പര്യം ഉണ്ടായേക്കാം. പിന്നെ മിക്കേൽ എന്ന് പറഞ്ഞ സിനിമ ഓടിയില്ലെങ്കിലും ആ ക്യാരക്ടേഴ്സിനോടൊക്കെ ആൾക്കാർക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മിഖേലിനെ തിരിച്ച് കൊണ്ടുവന്നേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, 20-ാം തീയതി പടം റിലീസാണ്. സിനിമ റിലീസായതിനു ശേഷം മാത്രം നമുക്ക് അറിയാൻ പറ്റൂ നിവിൻ പോളി ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഗൈസ്, കൂടുതൽ മാർക്കോയുടെ അപ്ഡേറ്റ്സ് ആയിട്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ബൈ.